കൊച്ചി മുഴുവൻ ഷിയാസിനെ നെഞ്ചേച്ചി കഴിഞ്ഞു. കൊച്ചി ഷിയാസിനൊപ്പം. UDF-ലാണ്, ഷിയാസിനാണ്. രണ്ടുപേർക്കും സാധ്യത ഉണ്ട്. മാക്സിക്കാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് കോളനിയിലും അവിടെ ഇവിടെ ആയിട്ടൊക്കെ കയറുന്നുണ്ട്. അല്ലാണ്ട് നമ്മ കണ്ടിട്ടില്ലേ മാക്സിന. ഷിയാസ് വന്നാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും നമുക്ക് നോക്കാം. UDF-ന്റെ ഒരു നല്ലൊരു സ്ഥാനാർത്ഥി ഇപ്പോഴാണ് വന്നത്. നമ്മൾ മാക്സിക്കാണ് സാധ്യത ഉള്ളത്. കയ്യാവാനാണ് ചാൻസ്. കൊച്ചിയിൽ എന്താണ് ജനവികാരം? നേഷൻ ഫസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനവിധി 2026. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ എന്താണ് ജനവികാരം? ഒരു ഭരണ തുടർച്ചയാണോ അതോ ഭരണ മാറ്റമാണോ എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ഇവിടെ കൊച്ചിയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് ആർക്കാ ഒരു ജയ സാധ്യത? UDF ആണോ LDF ആണോ? എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ UDF ആയിരിക്കും. മുഹമ്മദ് ഷിയാസ് വരാനാണ് ചാൻസ്. അതെ. എന്തുകൊണ്ട്? ഒരു ഭരണ മാറ്റമാണോ ഉദ്ദേശിക്കുന്നത്? അതെ, ടോട്ടലി മാറ്റം. ഷിയാസിനാണ് ഭൂരിപക്ഷം. അല്ലെ, കൊച്ചിയിൽ ഷിയാസ്കാകാൻ ഇച്ചിരി ഭൂരിപക്ഷം. ഷിയാസ്ക തന്നെ ജയിക്കും ഉറപ്പായിട്ടും. നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് കണ്ടില്ലേ, കൊച്ചി മുഴുവൻ ഷിയാസിനെ നെഞ്ചേച്ചി കഴിഞ്ഞു. കേരളം മുഴുവൻ UDF തരംഗമായി കഴിഞ്ഞിരിക്കുകയാണ്. ആ രീതിയിൽ കൊച്ചിയെ ഷിയാസിനെ ആൾക്കാർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. കൊച്ചിക്കാരുടെ MLA ആക്കി കഴിഞ്ഞു എന്ന് തന്നെ പറയാൻ പറ്റും. ഷിയാസിന് അത്ര നല്ല റെസ്പോൺസാണ് കൊച്ചിയിൽ കിട്ടുന്നത്. ഷിയാസ് 10,000 വോട്ടിന് ജയിക്കും. 10,000 ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് പറയുന്നത്. ആരായിരിക്കും ജയിക്കുക? ഷിയാസ് കൊച്ചിയിൽ 10,000 മേളിൽ വോട്ടിന് ജയിക്കും. 10,000 അത്രയും ഭൂരിപക്ഷം കിട്ടും. കൊച്ചി ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ഇവിടെ മുൻ MLA 10 വർഷക്കാലം ഉണ്ടായിരുന്നിട്ടും സർക്കാർ ആശുപത്രി മറ്റുള്ള കാര്യങ്ങളും എത്തി നോക്കിയിട്ടില്ലായിരുന്നു. ആ ഒരു പ്രതികരണം ഇവിടെ ജനങ്ങളിൽ നിന്ന് വളരെ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷിയാസിന് വളരെയേറെ ട്രെൻഡായി മാറിയിരിക്കുകയാണ്, പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ. അദ്ദേഹം ഒരു സ്മാർട്ടായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതൊരു വലിയൊരു പ്ലസ് പോയിന്റാണ്. അതുകൊണ്ട് 100% വിജയം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ കരുത്ത്. ഇവിടെ UDF. യെസ്, UDF തന്നെ. കൊച്ചി ഷിയാസിനൊപ്പം. മുഹമ്മദ് ഷിയാസിന് മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ചേട്ടാ, കൊച്ചിയിലെ ഒരു ട്രെൻഡ് ഒക്കെ അനുസരിച്ച് ആരാ ഇവിടെ ജയിക്കുക? ഷിയാസ് ആയിരിക്കും ജയിക്കുക. UDF-ന്റെ സ്ഥാനാർത്ഥിയല്ലേ. LDF ഇവിടെ പരനോക്ക് നടത്തി 10 കൊല്ലം ഭരിച്ചില്ലേ. ഒരു മാറ്റം ഉണ്ടാകണം. ഒരു മാറ്റം വേണമെന്ന് ജയിക്കാൻ സാധ്യത UDF ആണ്. ഷിയാസ് ആയിരിക്കും. അതുകൊണ്ട് മാറ്റം വരണം. ഇപ്പോഴത്തെ ഭരണം വളരെ ശരിയല്ല. അഴിമതിയും ഉള്ള കവർച്ചയും കേട്ട് പോകണം. പിന്നെ ഒരു മാറ്റം വരുത്തണമല്ലോ വരണം. അതുകൊണ്ട് UDF ജയിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഷിയാസ് വരുമെന്നുള്ളതാണ് പ്രതീക്ഷ. പൊതുവെ ഇപ്പം രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ പുറത്തിറങ്ങി ജോലി ചെയ്യുന്ന ആൾക്കാരാണല്ലോ. വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പം ഇപ്പോൾ ഉള്ള സാഹചര്യം മാറി ഇത്രയും കൂടി സുതാര്യത വേണം. ഇപ്പം തൊഴിലവസരങ്ങളും തൊഴിലെടുത്ത് കഴിയുമ്പോൾ ചെലവുകളും കൂടുതലാണ്. അപ്പം ഈ 10 വർഷമായിട്ടുള്ള ഭരണത്തിൻ്റെ ആ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇതൊക്കെ. അപ്പോൾ ഒരു മാറ്റം വേണം. മാറ്റത്തിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മാറ്റമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, പൊതുവേ മാറ്റമെന്ന് പറയുമ്പോൾ LDF മാറി UDF വരണം. അപ്പോൾ LDF ഇത്തിരി നന്നാവും. UDF ഭരണ സംവിധാനം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ സ്ത്രീകളുള്ള വീടുകളൊക്കെ ആണെങ്കിൽ സ്ത്രീകൾക്ക് KSRTC ഫ്രീ ആയിട്ടുള്ള യാത്രയൊക്കെ ആകുമ്പം സൗകര്യമുള്ള വീട്ടിൽ നമ്മൾ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കോളേജിൽ പഠിക്കുമ്പം അവർക്ക് 1000 രൂപ വെച്ച് കിട്ടുന്നത് ചെറിയ സംഭവമല്ല. ഇനി ഏറ്റവും വലുതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു 25 ലക്ഷം രൂപേൻ്റെ ഉമ്മൻചാണ്ടി ഒരു ഇൻഷുറൻസ് പദ്ധതി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നടപ്പിലാകുമെന്ന് തന്നെ നമ്മളിപ്പോഴത്തെ വീട് നോക്കുന്ന ചെറുപ്പക്കാരാണെങ്കിലും അവർക്ക് ശമ്പളം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഹോസ്പിറ്റാലിറ്റിയാണ് നമുക്ക് കൂടി വരുന്നത്. പിന്നെ അതിലൊക്കെ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സംവിധാനം ഒരിക്കും ഈ VD സതീശനൊക്കെ പറയുന്നത് പോലെ ഏറ്റവും നല്ല രീതിയിൽ യുവാക്കളുടെ കാര്യങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഈ പ്രാവശ്യം UDF-നെ ജയിക്കാനാണ് സാധ്യത. അതെ, ആദ്യം UDF വന്ന മാതിരിയല്ല ഇപ്പം UDF-ന്റെ വരവ്. ഇപ്പം ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് സാധ്യത ഉണ്ട്. മാറ്റം ഇവിടുത്തെ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. വേറെ ഒന്നുമില്ല. പോരാണ്ട് എല്ലാവർക്കും അറിയാലോ. ഭരണമാറ്റം വേണമല്ലോ. അതിനെ നമ്മൾ അതിനെ ആഗ്രഹിക്കുന്നു. UDF-ലാണ്, ഷിയാസിനാണ്. 10 കൊല്ലം കൊണ്ട് ഇവിടെ മട്ടാഞ്ചേരി ഭയങ്കര വികസനം നടത്തില്ല. അതൊക്കെ ഞങ്ങൾക്ക് വേണ്ട. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അയാൾ ഞങ്ങളെ ഭാഗം നോക്കാണ്ട് അയാളെ ഭാഗം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അയാളെ ഞങ്ങൾക്ക് ഇവിടെ വേണ്ട. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നേതാവിനെ വേണം. മുഹമ്മദ് ഷിയാസ് എല്ലാ കാര്യത്തിനും എല്ലാത്തിനും മുമ്പിലേക്ക് വന്നിരിക്കുന്ന തൊഴിലാളി നേതാവാണ്. അങ്ങനെ തന്നെ ഏറ്റവും നല്ലതായിരുന്നു ഞങ്ങൾക്ക് തോന്നണം ഇവിടെ മട്ടാഞ്ചേരി.
ആ ഷിയാസിനുണ്ട്. ഷിയാസിൻ്റെ വരുള്ളൂ ഇവിടെ. എവിടുത്തെ ആയിക്കോട്ടെ, ഷിയാസ് കൊച്ചിക്കാരനിക്കല്ല ഏറ്റവും മുറ്റം. ജനാധിപത്യത്തിൽ നോക്കുന്നില്ല, സമുദായത്തിൽ നോക്കാം. അതിനാണ് ഏറ്റവും വലിയ മുൻതൂക്കം കൊടുക്കേണ്ടത്. മതേതരത്വവാദിയാണ് അവൻ ഷിയാസ്. ആ ഷിയാസിനെ തന്നെ വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെന്നെ ജയിക്കാൻ വേണം. ജയിക്കും ഭൂരിപക്ഷം ജയിക്കുന്ന സാധ്യതയാണുള്ളത് ഇവിടെ. ചേട്ടാ, ഇവിടെ കൊച്ചിയിൽ ആർക്കാണോ ഒരു ജയസാധ്യത ഉള്ളത്? UDF ആണോ LDF ആണോ? മൊത്തത്തില് രണ്ടുപേർക്കും ജയസാധ്യത ഉണ്ട്. ഒരു 50-50 ചാൻസ് ആണ് കാണുന്നത്. ഒരു ഭരണമാറ്റത്തിന് എന്തെങ്കിലും വിഷയങ്ങളുടെ കാണുന്നു ചേച്ചിയാണെന്ന് തോന്നുന്നു. എന്താ ജയിക്കാൻ സാധ്യത മാക്സിക്കാണ്. മാക്സിക്കാണ് ജയസാധ്യത. UDF സാധ്യത ഉള്ളത്. ഷിയാസാണ്. ഷിയാസാണ്. എന്തുകൊണ്ട് ഷിയാസിന്റെ പേര് പറയുന്നത്? ഷിയാസിന്റെ പേര് എന്ന് പറയുമ്പോ അത്യാവശ്യം നമുക്ക് പറ്റിയൊരു യുവ നേതാവാണ്. പിന്നെന്ന് പറയുമ്പോ മാക്സി എന്ന് പറയുമ്പോ മാക്സി ഇവിടെ നമ്മ കണ്ടിട്ടില്ല. ഇപ്പൊ ഇറങ്ങി നടക്കുന്നുണ്ട് ഇവിടെ റോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. 10 വർഷമായിട്ട് നമ്മ കണ്ടിട്ടില്ല. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് കോളനിയിലും അവിടെ ഇവിടെ ആയിട്ടൊക്കെ കയറുന്നുണ്ട്. അല്ലാണ്ട് നമ്മ കണ്ടിട്ടില്ല മാക്സിനെ. ഷിയാസ് ഒന്നും എന്തെങ്കിലും മാറ്റം ഉണ്ടാവും നമുക്ക് നോക്കാം. അതന്നെ, വേറൊന്നുമില്ല. UDF മുഹമ്മദ് ഷിയാസ് ഇപ്രാവശ്യം. കാരണം ഒരു മാറ്റം വരണമല്ലോ. പിന്നെ 2 വരണമില്ല ഇപ്പം. അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ഭരണമാറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മാറ്റം വരും. മാറ്റം സംഭവിക്കും. ഷിയാസ് ജയിക്കും, കേരളം UDF ഭരിക്കും എന്നുള്ള വിശ്വാസമുള്ളൂ. അത് മാറ്റമില്ല. ഇല്ല, ഷിയാസ് തന്നെ ജയിക്കുള്ളൂ. ചേട്ടാ, ഇവിടുത്തെ ഒരു ജയസാധ്യത ആർക്കാണ്? കൊച്ചിയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് UDF ആണോ LDF ആണോ? UDF ആണ്. UDF ആണ്. ആർക്കാ പറയാൻ പറ്റില്ല, ആർക്കാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. 50-50 ആണ്. എന്തുകൊണ്ടാണ് UDF ആണെന്ന് പറയുന്നത്? മുഹമ്മദ് ഷിയാസിന്റെ പേര് UDFന്റെ ഒരു നല്ലൊരു സ്ഥാനാർത്ഥി ഇപ്പോഴാണ് വന്നത്. നമുക്ക് ഇപ്പോഴാണ് ഒരു സ്ഥാനാർത്ഥി വന്നത്. അതുകൊണ്ട് ഷിയാസിനായിരിക്കും. ചേട്ടൻ പറയുന്നത് 50-50 ആണ്. ആരും പറയാൻ പറ്റില്ല. അതും പറയാൻ പറ്റില്ല. കൊച്ചി അങ്ങനെയാണ്. ഒരു സർപ്രൈസ് ആണോ? നമ്മുടെ UDF മുഹമ്മദ് ഷിയാസ്. ഷിയാസാണ്. എന്താ പറയുന്നത് ഷിയാസിന്റെ പേര്? ഷിയാസിന്റെ പേര് ഇനിയും നമുക്കൊരു മാറ്റം വേണം. അത്ര തന്നെ. 10 കൊല്ലമായിട്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല. അപ്പം അത് വേണം. കുടിവെള്ളക്ഷാമം, അങ്ങനെയുള്ള ആരോഗ്യമേഖല എല്ലാം ഫ്ലോപ്പല്ലേ. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് കരിവൽപ്പടി ആശുപത്രിയിൽ പട്ടിയടി കൊണ്ടിട്ട് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ത്രീക്ക് പരിക്കേറ്റത്. അപ്പോൾ ഇതൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കണേണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മുഹമ്മദ് ഷിയാസ് വരും. ഉറപ്പായിട്ടും ജയിക്കും. എല്ലാം ടൈറ്റ് ഇതാണ്, മത്സരമാണ്. ആർക്കാണെന്ന് പറയാൻ പറ്റില്ല. അതെ, UDF ആണ്. മുഹമ്മദ് ഷിയാസ് ആണ്. എന്ത് ഷിയാസ് ആണെന്ന് പറയാൻ കാരണം? മാറ്റം അങ്ങനെയൊന്നുമില്ല. ഷിയാസ് ജയിക്കുള്ളൂ. ഷിയാസ് ജയിക്കുള്ളൂ. UDFന്റെ തരംഗമാണ് ഇപ്പോൾ കേരളം 100% അധികാരം UDFനാണ് വരാൻ പോകുന്നത്. അതിൽ ഒരു മാറ്റമില്ല, ആർക്കും ഒരു സംശയമില്ല. പിന്നെ ഇവിടെ കൊച്ചിയിൽ ആദ്യമൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ സെറ്റായിരിക്കണേ. ഷിയാസ് 100% ഓക്കെയാണ് കൊച്ചിയിൽ. 100% ജയം ഉറപ്പിച്ചിരിക്കണേ. ഭൂരിപക്ഷം എത്രയാണെന്ന് മാത്രം ഇനി നോക്കിയാൽ മതി. അങ്ങനെ തന്നെയാണ് അഭിപ്രായം. ഷിയാസാണ് എല്ലാവരും അഭിപ്രായം ഇപ്പോൾ നടക്കണത്. ഷിയാസിനൊപ്പം മാക്സിക്കാണ് സാധ്യത ഉള്ളത്. മാക്സി തന്നെയായിരിക്കും ജയിക്കുക. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ടൈ ആയിരിക്കും മത്സരം. ടൈ ആവാനാണ് ചാൻസ്. ടൈറ്റ് മത്സരമാണ്. ആണ്. ജനവിധി 2026 കൊച്ചിയുടെ ട്രെൻഡാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. ജനങ്ങളുടെയൊക്കെ റെസ്പോൺസ് ഇങ്ങനെയാണ്. ഇനി ഇലക്ഷന് കുറച്ച് നാളുകൾ കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ മുന്നണികളും ഒരേപോലെ പോരാട്ടത്തിലാണ് കൊച്ചിയിൽ. ഇനി മറ്റൊരു ജനവിധിയുമായി നമ്മൾക്ക് വീണ്ടും കാണാം.